കുഴപ്പമില്ല. ടോട്ടൽ ഇവിടെ മറിഞ്ഞ് ഇവിടുന്ന് നൂഡിൽസ് മേടിച്ചാലാന്ന് പറഞ്ഞു. ഇവിടെ വായു നോക്കാണ് ഇവിടെ എല്ലാം കൂടി. ഹലോ ഗൈസ്, സാറേ എനിക്കിതൊന്നും അറിയത്തില്ല, ഇതൊക്കെ അവൻ്റെതാണ്. എന്റെ കയ്യിൽ പിടിച്ചാ പോകുമ്പോ ഇവിടുന്ന് നൂഡിൽസ് മേടിച്ചാലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിടിച്ചു, അത്ര എനിക്കുള്ളൂ. നീ വന്ന് എടാ എയിലാടെ ഓടുണ്ട്. വേണ്ടതിപ്പോ നാളെ അടുത്ത റോൾ എനിക്ക് ഭ്രാന്തായി. കാണിച്ചു കൊടുക്കുന്ന ചെക്കന് ഞാനാണ് സത്യം, ഇവനാണ് ചെയ്തത്. എല്ലാം കേൾക്കാം. Calicut. This is the first time you're coming to us. Right. Both two friends are there. Which are there in minor two? This place. Like this. Close. Shall I place closest? Close. No place. ಅದು ಓಪನ್ ಇರ್ತದೆ ಅನ್ಸುತ್ತೆ. ಪ್ಲೇಸ್ ചെമ്പ്ര ഓപ്പണാ. ಅದು ಬುಕಿಂಗ್ பண்ணிட்டு നെല്ലാർച്ചല. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവോ? ಈ ಪ್ಲೇಸ್ ಆಗಿದೆ. ನೆಕ್ಸ್ಟ್ ಪ್ಲೇಸ್ ಹಿಂಗೆ ಕಿಟ್ಟ ಇದು ಇರ್ತದೆ കുമാരിക്ക് ബാണാസുര. പിന്നെ നമുക്ക് രാവിലെ പോയിട്ട് ആണോ? അത് ബുക്ക് ചെയ്യണ്ടേ? അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാം. 79 ആൾക്ക് 89 ആൾക്കാരാണ് ഒരു ദിവസം. പോയെന്നോ? പൂക്കോട് ലേക്ക് ഇന്ന് പോയില്ല. പൂക്കോട് ലേക്ക് ഉണ്ട്. എടക്കൽ ഗുഹ എടക്കൽക്ക് കേറിയാ? പിന്നെ കുറുവാദ്വീപ്. നല്ല വെയിലും മഴയൊക്കെ വന്നേ. മഴ കിട്ടിയില്ല, വെയിൽ കിട്ടി. ഒരു കർണാടകയിലുള്ള അച്ഛന്മാരെ കിട്ടി, ഓരോടൊന്ന് സംസാരിച്ച് ഒന്ന് സെറ്റാക്കി. പിന്നെ ഓൾക്ക് പുതിയ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഡയറക്റ്റ് കണ്ണൂർക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. ഓലെ ഞങ്ങൾ കാലിക്കറ്റിക്ക് ക്ഷണിച്ച്. പിന്നെതാ ഞങ്ങളെ കാത്തിക്കാണ് 3 എണ്ണം. വെയിലും കൊണ്ട് ഹുഡി വിട്ട് കുത്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വന്നിട്ട് വേണം ഇറങ്ങാനെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങും. ഇറങ്ങിയിട്ട് പരിപാടിയൊക്കെ തീർത്ത് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഇതാ തോന്നണ അവന്മാരെ വണ്ടി. ബൈക്കിന് വന്ന ടീംസാണ് കർണാടകയിൽ. സബാ, ട്രക്കിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിന് മാത്രം ഒന്ന് ട്രക്ക് ചെയ്യാനല്ലാതെ അത് തന്നെ പറയാനുള്ളത്. ഞങ്ങൾ വിചാരിച്ചത്, ഞാൻ പണ്ട് കയറി അത്രയൊന്നും ഇല്ലത്. ഇത് എന്താ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് എനിക്ക് പറയാനുള്ളത്? ചെറിയ ട്രക്കിങ് അതിനൊന്നാലും ഇല്ല, കുഴപ്പമില്ല. കാരണം നമുക്ക് കിട്ടിക്കുന്ന ചെറിയൊരു തണുപ്പുണ്ട്. നമ്മൾ ഹൈറ്റിലായത് കൊണ്ടേ തണുപ്പും പിന്നെ ചെറിയൊരു കോടയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അടുത്ത ചേച്ചിനോട് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കോടയും കാര്യങ്ങളൊക്കെ കുറേ ക്ലൈമറ്റും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ വരും. അതിപ്പം മഴ പെയ്തിട്ട് ഇവിടെ ഇപ്പം 2 ദിവസമായി എന്ന് പറഞ്ഞു. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടുകയൊക്കെ ചെയ്ത്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പട്ടിക്കുട്ടികളുണ്ട്. ചെറിയ കാലിക്കറ്റ് പോകാൻ പറഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് പാരഗണിനൊക്കെ അത്യാവശ്യം നല്ല ഫുഡല്ല. അപ്പം കാലിക്കറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് നല്ല ഫുഡ് സ്പോട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അത്യാവശ്യം ഉള്ളിൽ കയറാൻ പറ്റിയ കുറച്ച് പ്ലേസൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി നമ്മൾ താഴത്താണ് വെച്ചത്. കാരണം ജീപ്പ് ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നു, ഫുള്ള് തെങ്ങലാണ്. ജീപ്പ് ഒരു പ്രൈവറ്റ് ജീപ്പ് ഇപ്പം അടുത്ത് ഇന്നലെ വന്നിട്ട് ടോട്ടൽ ഇവിടെ മറിഞ്ഞ് കുറേ എണ്ണയും കാര്യങ്ങളും ഓയിലൊക്കെ ഇവിടുന്ന് പോയി. ചെറിയൊരു ആക്സിഡൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ടീം അവിടെ മേത്തിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് റിട്ടേൺ വരുമ്പോൾ ഇവിടുന്ന് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല. മൊത്തം സ്ലിപ്പാവുന്ന, ടയറ് പിടിച്ച് നിൽക്കുന്ന സ്ഥലമല്ല. അപ്പോൾ മൊത്തം സ്ലിപ്പായി ഇങ്ങോട്ട് പോകുന്നേ ഇവിടെ വന്ന് മറിഞ്ഞെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ബ്രേക്ക് പിടിച്ചിട്ട് ടയറ് ലോക്കായിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ നിന്ന് മറിഞ്ഞ് അവിടെ പോയി നിന്നതെന്നാണ് പറഞ്ഞത്. ഇതാ ഈ ഒരു പോയിന്റിൽ ഉനീസിൻ്റെ നേരെ ഈ സൈഡിലേക്കായിട്ട് പോയി നിന്നതെന്നാണ് അവർ പറഞ്ഞത്. ദൂക്കി ഞങ്ങൾ കയറി ഓഫ് റോഡ്, കാറ് കയറൂല എന്ന് പറഞ്ഞ് ഏതോ ടീം കാറും കയറ്റി വന്ന് പഞ്ചറായി കിടക്കുന്നുണ്ട്. മറ്റേ ഇതാ ഞാൻ പറഞ്ഞ ജീപ്പ് ഇവിടെ നിന്നൊക്കെ തെന്നിയിട്ട് ഇവിടെ വന്നിട്ടാണ് മറിഞ്ഞതെന്നാണ് അവർ പറഞ്ഞത്. അവിടെ നിന്ന് മറിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ വന്നിട്ടാണ് സ്റ്റോപ്പായെന്നാണ് അവർ പറഞ്ഞത്.
എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി പ്ലാനില്ല, ഫുഡ് കഴിക്കുക, തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞത്. എനിയിപ്പോൾ അറിയില്ല, ഒന്നാമത് സഫാനും വന്നിട്ടില്ല. അപ്പം ഒന്ന് പ്ലാൻ ചെയ്യട്ടെ എന്താ കേസ് എന്ന്. എന്നിട്ട് ആശാനെയും വിളിച്ച് ആശാനെ കൂട്ടിയിട്ട് പോകാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും കയറിയല്ലേ, 3-4 ആൾ ലീവൊക്കെ പറഞ്ഞ് കയറിയതാണ്. വന്നപ്പോൾ ഞങ്ങൾ ആ ലീവൊക്കെ ഒന്ന് സെറ്റാക്കി വരാം. ലീവൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ. ഓരോരുത്തർ കള്ളത്തരം പറഞ്ഞിട്ട് ചാടിയതല്ലോ. ഇവനൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയെന്ന് പഠിച്ചവനറിയാം. ഇനി എന്താ പറഞ്ഞിട്ടാ വീഡിയോ ഇറങ്ങി കണ്ടോ, പറയാൻ പറ്റൂല. ഇവനോ ഇൻഷാല്ല ഞായറാഴ്ച ലീവാണ്, അതിനോണ്ട് പിന്നെ പ്രശ്നമില്ല. ഞങ്ങൾക്കൊക്കെ ഞായറാഴ്ച പണിയുള്ളതുകൊണ്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഇനി എന്ത് പറഞ്ഞാൽ ചാടി? ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ ലീവ് എടുത്തിട്ട് കുറച്ചായി. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. വേറെ കാര്യമുണ്ട്, ഇപ്പം മാസത്തിൽ 1-2 ലീവ് എടുക്കും. അത്രയും നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ ചോദിച്ചാൽ ലീവ് കിട്ടും. സംഭവം കമ്പനി ഷോപ്പുകാർ അവനെ ചാമ്പാണെന്നുള്ള വിവരം അവനെ അറിയില്ല. ഇതന്നെ പ്രശ്നം. പക്ഷെ വേറെ നമുക്ക് വണ്ടി മറച്ചിട്ടോ ഈ സൈഡ്, ഞാൻ ആ സൈഡ് ഊട്ടിയെടുത്താൽ ഈ സൈഡ് കൂടെ എഫക്റ്റ് ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെ ചാടുമ്പോൾ അതിൻ്റെ ഒന്ന് അലവാൻ ചെയ്യും. അതുണ്ടെങ്കിൽ മറന്നു കേട്ടോ. എനിക്ക് വേണ്ടി ഞാൻ മറക്കുന്നുണ്ട് കുറെ. മറ്റേ ഇവൻ പറഞ്ഞാതിരി ആശിർ പറഞ്ഞാതിരി മറ്റേ ഇതില് കളിക്കാതെ തന്നെ കുറെ നേടുന്നുണ്ടല്ലോ പറഞ്ഞാതിരി എനിക്ക് വേണ്ട. പക്ഷെ ഇതില് കുറെ 2015 അതപ്പോ ഇതേതാ ഫോറസ്റ്റ് പുൽപ്പള്ളി. പുൽപ്പള്ളി ഫോറസ്റ്റ് കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, കാടാന്നുള്ളൊരു എഫക്റ്റേ ഉള്ളൂ. ഇന്ന് വരെ ഒരു മാനിന്റെ കുട്ടീനെ പോലും ഇവിടെ കണ്ടിട്ടില്ല. ഈ കാട്ടിലേക്ക് മാനിട്ടോ? മാനില്ലേ? പുലിയുണ്ടെന്നാണ് എഴുതിച്ച്. മാനുണ്ടാവില്ലല്ലോ. എന്താ പുലിയൊക്കെ മാനിനെ തിന്നില്ലേ? ആനുണ്ട് എവിടെ? ആ ചാടുന്നേ ഒരു മാൻ ഒറ്റ കൂടുന്നുണ്ട്. എവിടെ? പേടിച്ചിട്ടോട് കേട്ടോ. സംതിങ് വണ്ടിക്ക് റോറൊന്നും ഇല്ലാത്തതാ. പുലിയാണ് തീരുമാനാക്കാം. ഇപ്പം നമ്മള് ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി. ആരെ ഫുഡ് കഴിക്കാന്? മജീദ് ഖാന്റെ ബീഫ് കഴിക്കാൻ പോവാണ് നമ്മള്. അന്നപ്പോ ആ ബീഫ് കഴിക്കാനുള്ള ഏകദേശ സ്ഥലം എത്തിയെന്നാണ് ഒരു നിഗമനം. ഒരു 10 കിലോമീറ്ററും കൂടി ഉണ്ട്. 10 കിലോമീറ്ററും കൂടി ഉണ്ട്. അന്നപ്പം പോയൊക്കെ സാധനം ഉണ്ടാവോ ഇല്ലേ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. തണുപ്പൊക്കെ പോയി ഗൈസ്. മൊത്തത്തിൽ വെയിൽ ഉദിച്ച് നല്ല റെയിൻകോട്ടൊക്കെ ആയിട്ട് റെയിൻകോട്ട് ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ വന്നവരാണ് ഗായ്സ്. അപ്പൊ ഇന്ന് വയനാട്ടില് റെഡ് അലേർട്ട് ആയതുകൊണ്ട് മഴ അല്ല. അല്ലല്ലോ ചെങ്ങായിമാരെ, എപ്പോ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചാലും അന്ന് മഴ ഉണ്ടാവില്ല. അത് ശരിയാ. പക്ഷേ അതല്ല, വന്യജീവികളെ തട്ടിക്കുന്നതിനായിട്ട് നല്ലത് മനുഷ്യനെ തട്ടിക്കുന്നതാണ്. ആദിവാസികളെ സെറ്റപ്പാണ്, മീൻസ് വീടുകളും കാര്യങ്ങളൊക്കെ ആണ്. മൊത്തത്തില് കാടിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കൂടുതലുള്ള സ്ഥലം. ഏറ്റവും മുന്നിൽ 4-5 നായ്ക്കളാ വണ്ടി തന്നെ. പാലക്കാരൻ എന്താണ് അവിടെ ഇതാ നോ അപകട സാധ്യത മേഖല പൊതു വേറെ പ്രശ്നമുണ്ട്. വണ്ടി അടക്കണം. ഇത് ഫോറസ്റ്റ് നമ്മള് പോണതിന്റെ അല്ല, വണ്ടി പിടിച്ചിടും. വണ്ടി പിടിച്ചിട്ട ജപ്പാൻ നമ്മളെല്ലാരും അമ്പവം കുറഞ്ഞു. ഹായ് ഗേസ്, ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫുള്ള് മറ്റേ മജീദ് ഖാന്റെ ബീഫും തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുഖം മോനെ. ഇതുപോലൊരു ജീപ്പും ഇങ്ങനെ പോവാൻ അത്യാവശ്യം കടിച്ചു പറിക്കാനും കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായി. ചാവുന്നില്ല. ഇയാളെ പീടിക കാട്ടിലാണോ? ഈ റോഡാണ് എന്റെ കിട്ടിട്ടോ. അജീദ് ഖാന്റെ ഷോപ്പിലെത്തി ഞങ്ങള് അജീദ് ഖാന്റെ അടുത്ത് ബീഫ് കഴിക്കാൻ വന്നിരുന്നേ. സംഭവം ഇവിടെയാണ് കട, ആ ഒരു പോർഷനിലാണ് കട. അപ്പം കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് സാധനം.
ഇതാണ് മജീദ് ഖാന്റെ ബീഫ് കിട്ടുന്ന കട. ബീഫ് നമ്മുടെ കഥക്ക നമ്മൾ 5 അല്ലേ ഇവിടെ വണ്ടിയൊക്കെ ക്ലോസ് ചെയ്ത് രണ്ടും കൂടി ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഇരിക്കല്ലേ എക്സ്പ്ലോർ ചെയ്യാത്ത വണ്ടി. ഞാനതാണ് അവിടെ കാണിച്ചത്. അവിടെ കുറച്ചങ്ങോട്ട് പോയാൽ നല്ല ഇരിക്കാൻ പറ്റിയ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. അതിന് ലൊക്കേഷൻസ് ഉണ്ടാവില്ല. നമ്മൾ കാണുന്ന ഷോ ഇതിനായിട്ട് കേറാ. ജീപ്പ് ബൈക്കാണെങ്കിൽ നമ്മൾ കയറി പറയും കറങ്ങി പൊറോട്ടയും ബീഫും ഓക്കെ. പൊറോട്ട ഓക്കെയാണ്, ബീഫ് ഓക്കെയാണ്. പൊറോട്ട ഓക്കെ ഓക്കെ. ബീഫ് ഓടുസാണ് നല്ല നിൽക്കുന്നുണ്ട്. ഹലോ കൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി മെല്ലനെ അടുത്ത പ്ലാൻ പിടിക്കാനുള്ള പ്ലാൻ. നമ്മൾ ചായ കുടിക്കാൻ. ചായ കുടിക്കാനോ? അത് കഴിഞ്ഞില്ലേ? ചായ കുടിയും തീറ്റയൊക്കെ കഴിഞ്ഞാ ചോറുന്നാല്. ഹലോ കൈസ്, അന്നപ്പോ നമ്മള് മുത്തങ്ങക്കല്ല, മുത്തങ്ങ പോകാനായിരുന്നു പ്ലാൻ ചെയ്ത്. പിന്നെയും പ്ലാൻ മാറി. നിങ്ങള് അപ്പം ഗുണ്ടിൽപേട്ടേക്കാണ് പോകുന്നത്. വല്ല ആനയും മാനോ കിട്ടിയാ കാണിച്ചു തരാം, അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോകുമ്പോഴൊക്കെ ചില പ്രതീക്ഷിക്കാണ്ട് പോകുമ്പോൾ കിട്ടും, പ്രതീക്ഷിച്ച് പോകുമ്പോൾ ഒന്നും കിട്ടാറില്ല. അതാണ് ഇന്നിപ്പോ കിട്ടുമെന്ന് അറിയില്ല. ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര മോശമാണ്. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും മോശമാണ്. അതെ, നല്ല വെയിലാണ്. ഒരു മഞ്ഞുമയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. ഇന്നലൊക്കെ നാട്ടിൽ പെരും മഴയും വെള്ളപ്പൊക്കെ കഴിഞ്ഞു. ആ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അന്നപ്പോക്കിനും ഇവിടെ പെരും വെയിലാണ്. നോക്കാം എന്തോ കിട്ടുമെന്ന്. അണ്ണേ ഇങ്ങനൊന്നും അല്ലട മാധൂരി. സ്റ്റാൻഡ് കുറച്ച് ചെറുക്കി ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത് വെച്ചാൽ ബേക്കുന്ന ഒരു വണ്ടി വരികയാണെങ്കിൽ നമ്മളെന്താണ് കൊണ്ടുപോകും. കാട്ടിൽ കേറി പാർക്ക് ചെയ്തിടും വണ്ടി വരികയാണെങ്കിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. പക്ഷെ ഒരു ആനനെ പോയിട്ട് പൂച്ചക്കുട്ടിനെ പോലും ഞാൻ കണ്ടില്ല. നമ്മൾ ഇന്ന് എവിടെ കാണുന്ന സുഹൃത്തുക്കളെ മൊത്തം കാട് കയറി ഒരു 10 മിനിറ്റ് യുവാക്കളുടെ കടി നമ്മൾ കാണണോ. ഒരാനനെ എന്ന പേരിലിതാ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ഇതാ മുത്തങ്ങ ഫോറസ്റ്റും കഴിഞ്ഞ് ബന്ദിപ്പൂര് കടന്നു. ബന്ദിപ്പൂരിന്റെ അപ്പുറത്ത് ഗുണ്ടൽപേട്ടയിലോട്ടാണ് നമ്മളുടെ യാത്ര. ഹലോ ഗൈസ്, നമ്മള് മുത്തങ്ങ കാടൊക്കെ കയറി. ബട്ട് നമുക്ക് വേണ്ട ഇത് കിട്ടിയില്ല. മൃഗങ്ങളെയൊന്നും കണ്ടില്ല. 1-2 മാനെ കണ്ട്, കുറച്ച് കുരങ്ങിനെ കണ്ട്, അങ്ങനെയൊക്കെ തന്നെ. വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും കണ്ടില്ല. അത് ഉച്ച സമയമാണ്, കാണൂല. പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി ഇറങ്ങി പോകുന്നതാ. അങ്ങനെ കാണൂല എന്ന് തോന്നിയിട്ടുണ്ട്, കാണാൻ പറ്റിയില്ല. എന്നപ്പോൾ ഞങ്ങൾ പിന്നെ മുത്തങ്ങ കാടിൻ്റെ ഏകദേശം 3/4 ഭാഗം പോയി റിട്ടേൺ കൊണ്ട് പോകുന്നു. നല്ല ക്ഷീണമുണ്ട്. രാവിലെ തിന്ന ബീഫും പൊറാട്ടയും ക്ഷീണിതനാക്കണേ.
അതാ പിന്നെ അങ്ങനെ പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ അതാ കാട് കഴിഞ്ഞ് 2 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ മുത്തങ്ങ അവിടെ എത്തിക്കണം. അവിടെ മരം മുറിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയും പാർക്ക് ചെയ്ത് ഒരു ഇത് കുടിക്കാൻ കയറിയതാണ് ഉള്ളിലോട്ട്. നല്ല ബീഫ് അടിച്ചിട്ട് വന്ന് റെസ്റ്റ് ചെയ്ത് നോക്ക് 4 കൂടി. നമ്മളെന്ത് ചെയ്ത് തിരിച്ച് ഫോറസ്റ്റൊക്കെ കണ്ട് തിരിച്ചിക്കണ്. അപ്പോൾ അതാ കുറച്ച് സമയമുണ്ട്, മഴ പെയ്യുന്നില്ല. അതിന് മഴ പെയ്തിട്ടേ ഇറങ്ങുന്നുള്ളൂ എന്നുള്ളൊരിതിൽ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒറ്റത് അതിൻ്റെ മുകളിൽ കയറുന്ന മറ്റവൻ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നുണ്ട്. അത് ബീഫ് എങ്ങനെയുണ്ട് അതിനത് പറയും. ബീഫിന്റെ കാര്യം പറയുകയാണെങ്കിലേ നമ്മളൊരു 2-3 വട്ടം ട്രൈ ചെയ്തിരുന്നു. ഈ റീൽ ഇങ്ങനെ കാണാന്നല്ലാണ്ട് മജീദ് ഖാന്റെ ബീഫ് എന്ന് പറഞ്ഞിട്ട് കാണാന്നല്ലാണ്ട് നമുക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഹൈപ്പ് വെച്ച് പോയതാണ്. പക്ഷെ അത്ര ഹൈപ്പിന്റെ അത്ര അങ്ങോട്ട് തോന്നിയില്ല. പക്ഷെ നോർമലി ബീഫ് മാതിരിയല്ല, നമ്മൾ ഷോപ്പിൽ വാങ്ങുന്ന ബീഫ് മാതിരിയല്ല, വേറെ എന്തോ ഒരു സംഭവം. ക്രിസ്പി ആണ്. തേങ്ങാക്കുത്തി നമ്മൾ ബീഫില് അല്ല, തേങ്ങാക്കുത്തി ബീഫിലിടൂലേ, ആ ഒരു സ്പേസ് അതിനുള്ളൂ, ആ ഒരു വലിപ്പേ ഉള്ളൂ. പിന്നെ ഗ്രീനാപ്പിൾ സാധനം, ഗ്രീനാപ്പിൾ കുഴപ്പമില്ല, ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഗ്രീനാപ്പിളൊക്കെ ഇട്ടിട്ട് ഒരു സാധനം അങ്ങനെ പറയാൻ പറ്റൂ. പക്ഷെ മധുരം കൂടുതലാണ്. ഇവിടെ കുത്തിയൊന്ന് കുക്കാണ്. നാടൻ നായ്ക്കളൊക്കെ കയറുന്നുണ്ടില്ലേ മാനത്തേക്ക്. നിങ്ങളൊക്കെ സബ അതുകൊണ്ടാ നോക്കണേ സാധനം നോക്കണേ. മലമ്പൂട്ട് നല്ല കളറ് വെള്ളമുണ്ട്. ഇത് ഗ്രീനാപ്പിളിന്റെ ചോയ, ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ചോയ. അത്ര മാറ്റേ ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. കുത്തിവെക്കുന്നത് വേറെ എന്താ വെള്ളം കുടിക്കുന്നത്, വണ്ടി കുത്തിന്ന് അടുത്ത വർക്കിനുള്ള പരിപാടി പിടിക്കുന്നത്. 3 നിന്ന് തിന്ന. എവിടെ പോയി തിന്നാളാണ്? 3 നിന്ന് തിന്ന. നിന്നല്ല, ഞാൻ നിന്നു, ഉമ്മമാരി ഇരുന്നു. ഇവിടെ വായു നോക്കുകയാണ് ഇവിടെ എല്ലാം കൂടി. ഗോൾഡന് അത് രസം. പിന്നെ വേറെ ആൾക്കാരുണ്ടോ? അതിനിപ്പൊ കിട്ടല്ലോ, 3 വേണ്ടേ. വായി നോക്ക് കിട്ടുമോ എനിക്ക്? സബായിന് വേറെ ആൾക്കാർ വരാണ്ട് മോനെ. വെള്ളം കൂടി വെള്ളടി ഉനീസ് വെള്ളടി മിച്ചർ തൊള്ളേ കയറ്റിട്ട് ഉനീസിനെ കുടിക്കുമ്പോ മസില് വരുന്നു. ഇവിടേക്കാ കണ്ടാ ചിപ്സ് സ്പോൺസർ ചെയ്ത് സഭ ആണ്. പറയാൻ മറന്നു ഓനോട് സുറാക്കാട്ടി എല്ലാവരും വാങ്ങി കഴിച്ചൊക്കെ ആ സാധനം നെയ്ക്കണ്ട്. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങൾ തിന്ന് തീർത്ത്. നേരത്തെ ആ ജീപ്പിന്റെ മുകളിൽ കുത്തിരുന്നപ്പോഴേ കുറുക്കി കവർ കാലിയായപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അത് പുളപ്പരി അല്ലേ? സുറാക്കാട്ടി ചാമ്പ്യതാണോ? എന്ത് കാട്ടി? അതിൽ പെട്ടാ ഒരു പേര്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞ് മൈക്കിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, ഇതിന്റെ ഇടയിൽ കൂടെ പിടിക്കാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ചുരത്തിലെത്തിയിട്ടുണ്ട്. നമ്മള് വിചാരിച്ച വൈബൊക്കെ ആണ് പ്രതീക്ഷിച്ചത്. മഴയൊക്കെ ഞങ്ങൾ ഇപ്പോഴാണൊന്ന് കിട്ടി. വിചാരിച്ച ഫോവും കാര്യങ്ങളൊന്നും പാടില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇതാണ് ഇപ്പോഴത്തെ കേസ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പ്രശ്നമില്ല.
അപ്പൊ ഞാൻ പറയുന്നത് ഒരു വണ്ടിക്ക് ആൾക്കാർ വന്ന് ഇന്നെ വെറുപ്പിക്കുന്നത് കാര്യം. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഇറങ്ങി വയനാട് ചുരം ഇതിലിങ്ങനെ പോവലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങൽ കുറവാണ്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ചെറിയ തിരക്കൊക്കെ ഉള്ളൂ. വീക്കെൻഡ് ഡേയ്സ് അല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ചെറുങ്ങനെ ആളേ ഉള്ളൂ. ഇതാരാ നോക്കൂ, മുനീസ്ക എങ്ങനെയുണ്ട്? ആർക്ക്? അതന്നെ, വലിയ രസമൊന്നുമില്ല എന്നാണ് മുനീസ്ക പറയുന്നത്. ഹലോ ഗായ്സ്, 4 ബ്ലോക്കാണ്. ആ 8ലും ബ്ലോക്കാണ് ഗായ്സ്. കാണുന്നുണ്ടോന്നറിയില്ല ഈ വെളുത്തെടുക്കുന്ന വണ്ടി. ഏത് മറ്റടുത്ത് കൂടിയാ? അതിലാണ് ചാടാ, അതിന് നല്ലതുണ്ടേ. വണ്ടിയായിട്ടൊക്കെ അനങ്ങുന്നില്ല അന്നപ്പോ ഇന്നത്തെ. പക്ഷെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഇവിടെ കുഴപ്പമില്ല. ഒരു വണ്ടിക്ക് ഭ്രാന്തന്മാരെ കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് അവതാറ്. സുഗുണൻ, സുശീലൻ. 8 പൊട്ട അവിടെ തന്നെ കാണുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഒന്നും തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതാ ചുരത്തിലെത്തിക്കണ്. എന്റെ ടീംസ് ഫുള്ളുണ്ട് ഇവിടെ, ഒറ്റ മിസ്സിംഗ് ആണ്, അത് നോക്കണ്ട. അപ്പം വീഡിയോസ് ഇത്രേ ഉള്ളൂ. ബാക്കി വീഡിയോ അടുത്ത ദിവസം സെറ്റാക്കാം. സെറ്റല്ലേ? ഒരു സെറ്റ് പറയണ നായ്ക്കളെ, കുറച്ച് നാണാട്ടോ.